കാട്ടാനശല്യം രൂക്ഷമാവുന്നു. അതിരപ്പള്ളി, കോടശ്ശേരി, പരിയാരം പഞ്ചായത്തുകളിലെ മലയോര മേഖലയിലാണ് കാട്ടാനകൾ രൂക്ഷമാവുന്നത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ മലയോര പ്രദേശങ്ങളായ മോതിരക്കണ്ണി, പീലാർമുടി, തുബൂർമുഴി, വെട്ടിക്കുഴി, കോട്ടാമല, പച്ചക്കാട്, വെറ്റിലപ്പാറ, മുണ്ടൻമാണി, ചിക്ലായി, ചൂളക്കടവ് മുതലായ പ്രദേശങ്ങളിൽ കാട്ടാനകളെത്തി കൃഷികൾ നശിപ്പിച്ച് അവയുടെ സഞ്ചാരവിഹാരം തുടരുന്നു. 3 ആഴ്ച മുൻപ് പീലാർമുഴിയിൽ കാട്ടാന വയോധികനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. വെട്ടിക്കുഴിയിൽ പരിയാരം ആനമല കൂട്ടുകക്ഷി സംഘം സ്ഥലത്ത് കാട്ടാന കൂട്ടമായി വന്ന് വാഴ, കവുങ്ങ്, തെങ്ങ്, റംബൂട്ടാൻ എന്നിവ നശിപ്പിച്ചു. മരം തട്ടിയിട്ട് സൗരോർജ്ജ വേലിയും തകരാറിലാക്കി. പ്രദേശങ്ങളിൽ ആനയുടെ സാമീപ്യമുണ്ടെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ടെങ്കിലും അവയെ തുരത്തുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ശാശ്വതമായ പരിഹാരത്തിന് വനാതിർത്തിയിൽ 10 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് ജോലി പൂർത്തീകരിച്ചുവെങ്കിലും 7 കിലോമീറ്റർ നിർമ്മാണ ജോലി അവശേഷിക്കുന്നു. ഇതിന് 5 മാസം കാലാവധി കരാറുകാരനുണ്ടെന്ന് പറയുന്നു. കാട്ടാന നാട്ടിലിറങ്ങാതെ സംരക്ഷിക്കേണ്ട ചുമതല വനം വകുപ്പിനുണ്ടെങ്കിലും അവയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുന്നതിൽ അധികൃതർക്ക് അലംഭാവമുണ്ടെന്നും ആരോപണമുണ്ട്. കാട്ടാനയെ ഉൾവനത്തിലേക്ക് തുരത്തുവാൻ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.